അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ സുഖമാണ്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? റമളാൻ്റെ ഒരുക്കങ്ങളും ചൂടും ഒക്കെ അങ്ങനെ പോകണുണ്ട്. പണിയുണ്ടായിരുന്നു, പണിക്ക് പോയിട്ട് വന്ന്. പിന്നെ ഈ മാസത്തെ വരുമാനം, അതായത് കഴിഞ്ഞ മാസത്തെ വരുമാനമാണ് ഈ മാസം കിട്ടുന്നത്. ഈ മാസത്തെ വരുമാനം അടുത്ത മാസമേ കിട്ടും. അടുത്ത മാസം വരുമാനം ഇല്ല. അപ്പോൾ വ്യൂസ് കുറവാണ്. നിങ്ങൾ നമ്മുടെ സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. വ്യൂസ് നല്ല കുറവാണ്. ഈ ജോലി ചെയ്ത് എത്താത്തത് കൊണ്ടാണ് യൂട്യൂബ് ചാനൽ ഒരുപാട് വിമർശനങ്ങൾക്കൊടുവിൽ ഞാൻ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ. ഫാമിലിയിൽ നിന്ന് ഇഷ്യൂ ഉണ്ട്. ഞാൻ കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടിട്ട് പറയണവരുണ്ട്. എല്ലാ കാര്യങ്ങളും ഇഷ്യൂ ഉണ്ട്. എന്നിട്ടും അതൊന്നും കണ്ടില്ല കേട്ടില്ല നടിച്ച് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ആദ്യമൊന്നും വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു 10K ആയപ്പോൾ എനിക്ക് 1.2K ഒക്കെ കയറും. എൻ്റെ യൂട്യൂബിൻ്റെ ലൈഫാണ് ഞാൻ പറയണത്. ഒരുപാട് പേര് വിളിച്ച് ബാക്കി കാര്യങ്ങൾ. പിന്നെ എനിക്ക് 3K കണ്ട് 4K കാണും. എന്തായാലും ഒരു 3K ഉറപ്പായും കാണും. അപ്പോൾ ഓരോ ഡോളറൊക്കെ വെച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാനും എൻ്റെ ലൈവിലൂടെയാണ് കുറേ പേര് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് അന്വേഷിച്ച് കുറേ പേര് എനിക്ക് കുറേ സാധനങ്ങളൊക്കെ അയച്ചു തന്ന് ഇവിടം വരെ എത്തി. ഇപ്പം യൂട്യൂബ് ഏണിങ്സ് ആദ്യത്തെ 3 മാസത്തെ വരുമാനമാണ് ആദ്യം കിട്ടിയത്. ചില മാസം $10, ഒരു മാസം $100 തികഞ്ഞാലേ പിറ്റേ മാസം ഒന്നേന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ 3 മക്കളെ വളർത്താൻ ഈ 5000, 6000, ചില മാസം 8000 രൂപ പാലെടുക്കും. ഈ മാസം കൂടെ ഉള്ളൂ പാലെടുപ്പ്. എന്നൊക്കെ ഷീറ്റ് തീരെ കുറവാണ്. 9 ഷീറ്റൊക്കെ ആയി. 18, 23 കിട്ടിക്കൊണ്ടിരുന്നിടത്ത്. അപ്പോഴെനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് കയറി പോകാൻ പറ്റും. കുറച്ച് കാര്യങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ പിള്ളേർ കുഞ്ഞു മക്കളായതുകൊണ്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോകാനും പറ്റൂല. എങ്ങൊരു ജോലിക്ക് വഴി സൗകര്യവും കുറവാണ്. ഒരു ബസ് മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ, കിളിമാനൂർ കല്ലമ്പലം. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ആരെ കാര്യത്തിലും ഇടപെടാനോ ഒന്നും പോണില്ല. പിന്നെ വേറെന്താണ്, പിന്നെ ഷാജി എന്ന് പറയുന്ന 5 മക്കളുള്ള ഉമ്മ കാരണം എൻ്റെ വീഡിയോസ് കുറേ പേരിലെത്തി. ആ ഉമ്മമാർ ഒരുപാട് പേര് ദുആ ചെയ്ത്. ഷാജി പറഞ്ഞു മസ്റൂറ ഫാത്തിമ എന്ന്. പിന്നെ നമ്മൾ തമ്മിൽ പിണക്കവും വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. കാരണം എന്താ വെച്ചാൽ ആ വീടിൻ്റെ സമയമായപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പൊരുത്തം ചോദിക്കണം. ഇപ്പം മുമ്പ് ഷാജിദ അനുഭവിക്കുന്നത് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് പറയണത്. ഒരാൾ രക്ഷപ്പെട്ട് വരുമ്പം ഒരാൾക്ക് സഹിക്കില്ല. അത് സത്യമുള്ള കാര്യമാണ്. എല്ലാവരും വീഡിയോ വെച്ച് ഫോട്ടോ വെച്ച് ചെയ്ത്, ഞാൻ ഇന്ന് വരെ ആരെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എന്നെ ടോർച്ചറിങ് ചെയ്ത് അത്രയ്ക്ക് സഹിയിട്ടപ്പോൾ മാത്രം ഒരേ ഒരു ഫോട്ടോ വെച്ച് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഫോട്ടോ ഒന്നും വെച്ച് ചെയ്തില്ല. അപ്പോൾ ഈ യൂട്യൂബ് കാലഘട്ടം എനിക്ക് നല്ല ലൈഫായിരുന്നു. എന്ന് വെച്ചാൽ നല്ല സന്തോഷമുള്ളതായിരുന്നു. നിങ്ങളെ കൂടെ വീടിൻ്റെ കാര്യത്തിനെല്ലാം ഇങ്ങനെ ആയി. എല്ലാവരുടെ ദുആയും ഒരുപാട് സഹായങ്ങളും കിട്ടി, ഒരുപാട് ദുആകളും കിട്ടി. ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പം മക്കളും സന്തോഷത്തിലാണ്. പിന്നെ മുത്തുമോനും മിച്ചുമോനും കൂടുതലും എൻ്റെ വാപ്പാരുടെ അടുത്താണ് നിൽക്കുന്നത്. പിന്നെ ഉപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നിട്ടില്ല. ഉമ്മയും ഉപ്പയും കൂടെയാണ് പോയേക്കുന്നത്. പിന്നെ ഉമ്മൻ്റെ കാലം ഓക്കെ ആയിട്ട് വരണുണ്ട്. അപ്പം അടുത്ത മാസം എനിക്ക് വരുമാനം ഇല്ല. ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ച്, മോളെ എനിക്ക് വാടകയ്ക്ക് 3500 രൂപ കൊടുക്കാൻ നിവർത്തിയില്ല, എനിക്കൊരു ചാരിറ്റി വീഡിയോ ചെയ്ത് തരുമോ? ഞാൻ പറഞ്ഞു പറ്റില്ല. കാരണം നിങ്ങളെ ഫേസ് കാണിക്കുക, ബാക്കി കാര്യമില്ല. സഹായിക്കുന്നവർ സഹായിക്കും. ഇൻഷാ അല്ലാ റമളാനിക്ക് ചാരിറ്റി വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയണവരാരുമല്ല അനുഭവിക്കുന്നത്, ഞാനാണ് അനുഭവിക്കുന്നത്. ചാരിറ്റി യൂട്യൂബ് നമുക്കൊരു വീഡിയോ അപ്ലോഡിങ് ചെയ്ത് പുറത്ത് വിട്ട് തരുമ്പം എല്ലാ റൂളുകളും നോക്കിയിട്ടാണ് ഇടുന്നത്. എന്ത് വീഡിയോ ആണെങ്കിലും യൂട്യൂബിലിടാം. യൂട്യൂബിന് പ്രോസസ്സിങ് കഴിയാൻ ഒരു അരമണിക്കൂറുണ്ട്. അപ്പോൾ എനിക്ക് അടുത്ത മാസം $ഇല്ല എന്ന് പറഞ്ഞാൽ $70, $72 കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എത്ര ശ്രമിച്ചാലും ഡോളർ കിട്ടൂല. ഡോളർ വേണം, $100 മിനിമം വേണം. $100 ആകുമ്പോൾ നാട്ടിലെ ടാക്സ് എല്ലാം കൂടെ പിടിച്ചിട്ട് 8 രൂപ കിട്ടുമായിരിക്കും. ആ 8 രൂപ കിട്ടിയാൽ അൽഹംദുലില്ലാ കുറച്ച് ബാധ്യത എനിക്ക് തീർക്കാനുണ്ട്. പിന്നെ പോത്തിന് മെൻ്റലി ഡൗൺ ആണ് ഇപ്പം കുറച്ച്.
കാരണം ഇനി നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ മസ്രമോളം കൊണ്ട് പോകണുണ്ട്. ഈ മുഖത്ത് വെളുപ്പില്ലേ, അത് കയ്യിലൊക്കെ ആയിപ്പോൾ അവൾക്ക് ചൊറിച്ചിലുമായി. അപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങളുടെ സപ്പോർട്ട് മെയിനായിട്ട് വേണം. പിന്നെ ദ്രോഹിക്കുന്ന കമൻ്റ് ഇടരുത്. എനിക്ക് ഒരു തണലോ കാര്യങ്ങളോ ഇനി ഒരു ലൈഫ് വേണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഇത്താമാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, നെജില ഇനി നീ വിവാഹം കഴിക്കുമ്പോൾ നോക്കി കണ്ടെടുത്ത് വിവാഹം കഴിക്കണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു വിവാഹം ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. എനിക്ക് ഈ ജീവിതത്തിൽ ഈ മക്കൾ മതി എന്നും പറഞ്ഞിട്ട് എന്നെ ഇരിക്കുന്നത്. മസ്രൂറ മോളെ കൂടുതലും ചേർത്ത് ഞാൻ പിടിക്കും, മറ്റു മക്കളെക്കാട്ടിയും കൂടുതൽ. കാരണം പെൺമക്കൾക്ക് ഉമ്മ ഉപ്പ ഉള്ള കാലം, ഉമ്മാൻ്റെ കൂടെ ഉള്ള കാലം മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴടുത്ത മാസം എനിക്ക് ഡോളറില്ല. റമദാനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. പറഞ്ഞ രീതിയിലുള്ള വരുമാനം ഇല്ല. അതുകൊണ്ട് യൂട്യൂബ് ചാനൽ അങ്ങ് നിർത്തിയാലോ എന്നൊരാലോചനയുണ്ട്. 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബ് തുടങ്ങിയത്. വ്യൂസും ഇല്ല, ഒന്നുമില്ല. കുറേ ആൾക്കാരങ്ങ് ബേക്കീന്ന് നടക്കുകയാണ്. എന്താണ് എന്തോ റഹ്മാനേന്ന്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മമാരുണ്ട് കേട്ടാ, അത് വേറെ. എന്തായാലും എൻ്റെ വീഡിയോ 1K മേളിൽ പോവും, അതെനിക്ക് ഉറപ്പാണ്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇൻഷാ അല്ലാഹ്. ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. കാരണം ഇതിൽ നിന്നൊരു 10 രൂപ കിട്ടിയാൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെതും എൻ്റെ അടുത്ത് ചോദിക്കുന്നവരതും ഒക്കെ. എനിക്ക് 10 രൂപ കിട്ടിയാൽ അതിൽ നിന്ന് ഞാൻ 1000 രൂപ സ്വതക്ക ചെയ്യും. അതായത് 10,000 രൂപ കിട്ടിയാൽ 1000 രൂപ ഞാൻ സ്വതക്ക കൊടുക്കും. പിന്നെന്താണ്, ഭയങ്കര വിഷമം. യൂട്യൂബ് ചാനൽ വന്ന് സന്തോഷവും. $1 എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലെ 85 രൂപ, അതുപോലും കിട്ടാത്ത ദിവസങ്ങളുണ്ട്. $1 1K കയറുന്ന വീഡിയോയ്ക്ക് $1 കയറണമെന്നില്ല. ചിലർ സ്കിപ്പിട്ട് പോവും, ചിലർ ജസ്റ്റ് ഓപ്പൺ ആക്കും. എനിക്ക് വലിയ പുറത്ത് പോയിട്ടുള്ള വീഡിയോസൊന്നും പിടിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് പൈസ ചിലവാക്കുന്ന ദൂരെ ലോങ് അതൊന്നും പറ്റില്ല. ഒന്നാമത്തെ കാര്യം വണ്ടിക്കൂലി, രണ്ടാമത്തെ കാര്യം യാത്ര, ഈ മക്കളെ കാര്യം. അതാണ് ഈ അന്തരീക്ഷത്തിൽ. അപ്പോഴേ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾ വന്നു കണ്ടു, എല്ലാം ആയി, ഇവിടം വരെ എത്തി. അപ്പം എന്നെ ഇനി സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ നിർത്തും മക്കളെ, വയ്യ. അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.